വെൽക്കം ടു അവർ ചാനൽ. അപ്പം ഞാൻ പഠിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റിയിലെ കാര്യവട്ടം ക്യാമ്പസിലാണ് കേട്ടോ. അപ്പോൾ ഇതുള്ളത് കാര്യവട്ടം ക്യാമ്പസിലെ വുമൺസ് ഹോസ്റ്റലിലാണ് കേട്ടോ. വുമൺസ് ഹോസ്റ്റൽ ഫോർ PG സ്റ്റുഡൻസ്. അപ്പം രണ്ട് ഹോസ്റ്റലാണ്, അതായത് രണ്ട് ബ്ലോക്കാണ് ഉള്ളത് കേട്ടോ PG സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ട്. ഒന്ന് ഓൾഡ് ബ്ലോക്കും ന്യൂ ബ്ലോക്കും. അപ്പോൾ ആദ്യം കാണിക്കുന്നത് ന്യൂ ബ്ലോക്കിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ന്യൂ ബ്ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ ഓൾഡ് ബ്ലോക്കിലേക്ക് പോകാൻ പറ്റും. ഇതുകൂടാതെ റിസർച്ചേഴ്സിൻ്റെ ഹോസ്റ്റലുണ്ട്. അത് നമ്മുടെ ഓൾഡ് ബ്ലോക്കിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. പക്ഷെ നമുക്കത് ഉള്ളിൽ കൂടെ പോകാൻ പറ്റുമോ അറിയില്ല. നമ്മൾ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. വീഡിയോ ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫുഡ് ചെയ്യുന്നതാവട്ടെ. അപ്പം ഞാൻ ആദ്യം പോകുന്നത് മെസ് ഹോളിക്കാണ്. ഗോപിക, അപ്പം നമ്മുടെ വീഡിയോ ആദ്യം തുടങ്ങുന്നത് മെസ് ഹാളിൽ നിന്നാവട്ടെ. അപ്പം നമ്മൾ നേരെ പോകുമ്പം, അതായത് ഹോസ്റ്റലിൻ്റെ നേരെ പോകുന്നത് മെസ് ഹോളിക്കാണ്. ഇത് മെസ് ഹോളിക്ക് പോകുന്ന വഴിയാണ്. അപ്പം ആദ്യം തന്നെ അവിടെ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട്. അത് എന്തിനാണെന്ന് എനിക്കറിയില്ല. അത് വരുന്ന പിള്ളേരുടെ എല്ലാം അറ്റൻഡൻസ് എടുക്കാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് നോക്കുമ്പം റൈറ്റ് സൈഡായിട്ടുള്ളതാണ് മെസ് ഹാള്. പിന്നെ നമുക്ക് ആ സൈഡ് നോക്കുമ്പോൾ അവിടെ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ആ വാതിൽ തുറന്നിട്ടിട്ട്. ടൈം ഒരു 11-12 മണി ആയിട്ടുണ്ടാവും. ആ സമയത്താണ് രാവിലത്തെ ഫുഡ് കഴിക്കാൻ പോകുന്ന മക്കള്. ഇവിടെ എല്ലാവരും പറയുന്നത് ന്യൂ ബ്ലോക്കിലെ ഫുഡാണ് ഓൾഡ് ബ്ലോക്കിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റ് എന്നാണ്. ഹോസ്റ്റലിൻ്റെ ഉള്ളിൽ കിടക്കുമ്പം തന്നെ ആദ്യമായിട്ട് നേരെ കാണുന്നത് മെസ് ഹോളാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡ് നമുക്ക് സ്റ്റഡി ഏരിയ ആണ്. അവിടെ കുറേ ടേബിൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് കുറേ ടേബിൾ ഉണ്ട്, ഒരു 5-6 ടേബിൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് സുഖമായിട്ടിരുന്ന് പഠിക്കാം. പിന്നെ റൈറ്റ് സൈഡ് ഉള്ളത് നമുക്ക് നമ്മുടെ ഓൾഡ് ബ്ലോക്കിലേക്ക് പോകുന്ന വഴിയും, പിന്നെ നമുക്ക് മേലെ കയറി പോകാനുള്ള ലിഫ്റ്റും, അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വാഷ്റൂം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്ന ആ സൈഡാണ്. ഇതിപ്പോൾ സ്റ്റഡി ഏരിയ ആണ്. അവിടെ നിന്ന് റൈറ്റ് സൈഡ് നോക്കുന്ന സമയത്ത് ആദ്യം കാണുന്നത് ലിഫ്റ്റാണ്. അതെ ഗൈസ്, ന്യൂ ബ്ലോക്കിലെ പിള്ളേർക്ക് ലിഫ്റ്റെല്ലാം ഉണ്ട്. ഇവിടെയൊക്കെ ഒരു ലൈഫ് തന്നെ. എനിക്ക് ലിഫ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഒരു കൊച്ചു ഫുഡും കൊണ്ട് പോയിരുന്നു. എനിക്കാകെ എന്തോ പോലെ തോന്നിയതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ അതിൻ്റെ മേലേക്ക് പോകുന്നത്, ഇത് ഫസ്റ്റത്തെ ഫ്ലോറാണ്. ഫസ്റ്റത്തെ ഫ്ലോറിലുള്ളത് മൊത്തം ഡോമാണ്. അവിടെ ഒരു 3-4 ഡോം ഉണ്ട് തോന്നുന്നു. അവിടെ പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ടേബിൾ ഇട്ടിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഫ്ലോർ വരെയാണെന്നാണ് തോന്നുന്നത്. അതിൻ്റെ മുകളിലുള്ള ഫ്ലോറിലേക്ക് ലിഫ്റ്റ് ഇല്ല. അപ്പോൾ ലാസ്റ്റത്തെ ഫ്ലോറിൽ നമ്മൾ സ്റ്റെയർ കയറിയിട്ടാണ് പൊതുവെ പോകാറുള്ളത്. പിന്നെ അവിടെ അവർക്ക് ഇടാൻ വേണ്ടിയിട്ട്, ഡ്രസ്സ് ഉണങ്ങാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ഥലം, അതുപോലെ അവരുടെ വാഷ്റൂം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. പിന്നെ ഞാൻ താഴെ ഇറങ്ങി വന്നു. ഇത് നമ്മുടെ ലാസ്റ്റത്തെ ഫ്ലോറിലാണ്, അതായത് നമ്മളുടെ ഓൾഡ് ബ്ലോക്കിലേക്ക് പോകുന്ന വഴിയാട്ടോ. അപ്പോൾ ഇവിടെ 2 കണ്ണാടിയെല്ലാം ഉണ്ട്. ഞാൻ അവിടെ നിന്ന് ഉള്ളിൽ നോക്കുന്ന കേസ്. അപ്പം കണ്ണാടിയെല്ലാം ഉണ്ട്. എന്നിട്ട് നേരെ പോകുന്ന വാഷ്റൂമിലേക്കാണ്. ഇത് ഫസ്റ്റത്തെ ഫ്ലോറിലെ പിള്ളേർക്ക് വേണ്ടിയിട്ട്, അതായത് താഴെയുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ട് പോകാനുള്ള വാഷ്റൂമാണ്. അപ്പം നമ്മളൊക്കെ ഇടയ്ക്കൊക്കെ കയറി പോകാറുണ്ട്. പക്ഷെ പൊതുവെ ഈ വാഷ്റൂം അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഇനി നമ്മുടെ സാമ്രാജ്യത്തിലേക്കുള്ള വരവാണ് കേസ്. അപ്പം ഇത് നമ്മളുടെ ഓൾഡ് ബ്ലോക്കിലേക്കുള്ള വഴിയാണ്. ശരിക്കും ഇതിലൂടെ പോകാൻ പേടി തന്നെയാണ്, കാരണം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പാമ്പ് കാണാറുള്ളതാണ്. നമ്മൾ ചിലപ്പോഴെല്ലാം ആ വാതിൽ ക്ലോസ് ആക്കി വെക്കാറുണ്ട്, കാരണം ചിലപ്പം പാമ്പ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് പേടിയാണ് കേട്ടോ. ഒരിക്കൽ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരിക്കൽ ബാത്റൂമിലും പാമ്പ് കണ്ടിട്ടുണ്ട്. ഇവിടെ പാമ്പ് ശല്യം ഭയങ്കര കൂടുതൽ. അതെന്താണെന്ന് അറിയില്ല, കാരണം കാടും തോപ്പുള്ള എല്ലാം ഉള്ളതല്ലേ, അതുകൊണ്ടായിരിക്കാം. പക്ഷെ അത്രയ്ക്ക് പേടിക്കാനൊന്നുമില്ല. പിന്നെ ഇവിടെ മെയിനായിട്ടുള്ളത് ചേരട്ടയാണ്. ആ ഒരു പ്രശ്നം തന്നെയുള്ളൂ. ഞങ്ങൾ എപ്പോഴും പഠിക്കാനിരിക്കാറുള്ളത്, അതുപോലെ ചാർജ് ചെയ്യുന്നത്, നമ്മളുടെ എല്ലാ കലാപരിപാടിയും ഉള്ളത് ഈ ഒരു സ്ഥലത്താണ്. പിന്നെ ഇത് നമ്മുടെ കുട്ടിയുടെ റൂമാണ്. അവൾ നാട്ടിൽ പോയി 114. നമ്മൾ എപ്പോൾ നോക്കിയാൽ 24 മണിക്കൂറും ആ റൂമിൻ്റെ ഉള്ളിലിരിക്കും. നമ്മൾ വലിച്ചു വെച്ച മാങ്ങയാണ് കേസ്, പാടിപ്പോയി. ആ സൈഡുള്ളത് മൊത്തം വേറെ റൂമിലേക്കാണ്. പിന്നെ ഇതിൻ്റെ ഈ സ്റ്റെയറിൻ്റെ അപ്പോഴേ കാണിച്ചില്ല, ആ സ്റ്റെയറിൻ്റെ മേലെ കൂടിയിട്ട് നമുക്ക് വേറെ മേലെ റൂമിൽ പോകാം. ഇനിയുള്ളത് നേരെ കാണുന്ന ഡോമാണ്. നമ്മൾ ഡോമിലാണ് താമസിക്കുന്നത്. നമുക്ക് റൂം കിട്ടിയിട്ടില്ല. നമ്മൾ ഡോമിലാണ് കഴിഞ്ഞ 1 വർഷമായിട്ടിരിക്കുന്നത്. ഈ കാണുന്നതെല്ലാം നമ്മളുടെ തുണിയാണ്. ഇവിടെ നമ്മൾ തുണി ഉണക്കാറിടാറുള്ളത്. പിന്നെ ആ അഴയുടെ ബാക്കിലുള്ളത് ഒരു മാങ്ങ മരമാണ് കേട്ടോ, മീൻസ് മാവാണ്. ആ സൈഡുള്ളതും ഒരു മാവാണ്. പിന്നെ ഒരു പേരയ്ക്കൻ്റെ മരമുണ്ട്. ഇതെല്ലാം ഇവിടെ ഉള്ളത്. ഈ മാങ്ങ മരത്തിൽ ഇഷ്ടക്കണക്കിന് മാങ്ങ ഉണ്ട് കേട്ടോ. നമ്മൾ ഡെയിലി മാങ്ങ വലിക്കുക, അച്ചാറിടുക, അതാണ് നമ്മുടെ മെയിൻ പരിപാടി. കണ്ടാ നിറയെ മാങ്ങയുണ്ട്. നമുക്ക് ഇഷ്ടക്കണക്കിന് നമുക്ക് വലിക്കാം. പിന്നെ അതുപോലെ കൊയ്യാക്കയുണ്ട്. കൊയ്യാക്ക നമ്മൾ എടുത്തിട്ട് കഴിക്കാറുണ്ട്. പക്ഷേ പൊതുവെ ആവാറില്ല. നമ്മൾ വലിച്ചു വയ്ക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് പഴുക്കാറില്ല. പിന്നെ നമ്മൾ പച്ചയെല്ലാം തിന്നാറുണ്ട്. പിന്നെ ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഇരുന്ന് ഫോൺ സംസാരിക്കുന്നത്, അങ്ങനെയെല്ലാം. അങ്ങനെ അവസാനം നമ്മളെ സ്ഥലം എത്തി ഗൈസ്. ഇതാണ് നമ്മുടെ ഡോം.
നമ്മൾ ഡോമിൽ 10-20 പിള്ളേരുണ്ട്. 20 പിള്ളേർ ഇരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. അതിൽ ഓരോരുത്തർക്ക് ഓരോ ടേബിളാണ്. അങ്ങനെ എല്ലാവർക്കും ടേബിൾ കിട്ടിയിട്ടില്ല. നമ്മൾ കുറച്ച് പേർക്ക് മാത്രമേ ടേബിൾ ഉള്ളൂ. പിന്നെ കുറച്ചൊരു 4 പേർക്ക് എന്തോ ടേബിൾ ഇല്ലാതെ തോന്നുന്നു. പിന്നെ നമ്മളെല്ലാം ഷെയർ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇതാണ് ഗൈസ് നമ്മളുടെ വിസ്മയ മോൾ. ഞങ്ങൾ 20 പേർക്കും വെക്കാനുള്ള ഡ്രസ്സെല്ലാം വെക്കാനുള്ള 2 അലമാരയാണ്. ഇതിൽ 20 പേരൊന്നും വെക്കുന്നില്ല. ആകെ ഒരു 4-5 പേരെയാണ് അതിൻ്റെ ഉള്ളിൽ വെക്കുന്നത്. ബാക്കിയുള്ളവരുടെ ബാഗെല്ലാം വെച്ചിരിക്കുന്നത് അപ്പുറത്തൊരു സാധനമില്ല, അവിടെയാണ്. പിന്നെ ഇതെല്ലാം നമ്മുടെ മേശയാണ്. നമ്മുടെ പാത്രങ്ങൾ മൊത്തം വെച്ചിരിക്കുന്നത്. ആ കാണുന്ന എൻ്റെ കുപ്പിയാണ്. അതാണ് എൻ്റെ ബെഡ്. അതാണ് പാറ്റ. ഇവളാണ് ഹർഷ. അത് കാല് മാത്രമേ കാണുന്നുള്ളൂ. തല എവിടെ? ഇല്ലേ, നിക്ക്. എന്താ ഡോമിന്റെ വീഡിയോ എടുക്ക യൂട്യൂബിലിടെ? ശരിക്കും വീഡിയോ ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല. കാണിച്ചാൽ നിങ്ങൾ ഇടണ്ടെന്ന് പറയും. ഈ ബെഡിലെ കുട്ടിയും ആ ബെഡിലെ കുട്ടിയും വീട്ടിലേക്ക് പോയിരിക്കണം ഗൈസ്. ഈ ബെഡിലെ കുട്ടിനെ കാണാനില്ല. ഇതാണ് നമ്മളുടെ നിസ്കരിക്കുന്ന സ്ഥലം. നമ്മൾ ഇവിടെ നിന്നിട്ടാണ് നിസ്കരിക്കാറുള്ളത്. നമ്മുടെ കാലാകാലങ്ങളായി നിസ്കരിക്കാൻ വേണ്ടി മാറ്റിവെച്ച സ്ഥലമാണ്. ഇതെന്റെ ഗൗരിമോൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഗൈസ്. ഇതാണ് എൻ്റെ സ്നേഹമോളുടെ സ്ഥലം. ഇതാണ് എൻ്റെ അർഷമോളുടെ സ്ഥലം. ഞങ്ങളൊരു 7 മാസം നിന്നത് ഇവിടെയാണ് ഗൈസ്. ഇത് നമ്മളുടെ ബാത്റൂം. ഇത്ര വൃത്തിയൊന്നും ഉണ്ടാവില്ല. നമ്മളുടെ ഫസ്റ്റ് ബാത്റൂം. ഇത് നമ്മളുടെ സെക്കൻഡ് ബാത്റൂം. നമ്മുടെ ക്ലോസറ്റ്. അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് വിങ്ങിലുള്ള, അതായത് താഴത്തെ വിങ്ങിലുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള വാഷ്റൂമും അതുപോലെ പല്ല് തേക്കുന്ന എല്ലാം നമ്മളെല്ലാം ചെയ്യുന്നത് ഇവിടെയാണ്. ഓൾഡ് ബ്ലോക്കിൽ ആകെ ഒരു ഡോം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ റൂമാണ് കേട്ടോ. ഈ സൈഡ് കാണിക്കുന്നത് മൊത്തം റൂമാണ്. ഇവിടുത്തെ പിള്ളേരെല്ലാം വീട്ടിൽ പോയി. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വെക്കേഷൻ ടൈമിൽ, വെക്കേഷനല്ല, ഒരു വെക്കേഷൻ്റെ 2 ദിവസം മുമ്പ് അങ്ങനെ എന്തോണം കേട്ടോ. അതുകൊണ്ട് പിള്ളേരൊന്നുമില്ല, എല്ലാം വീട്ടിൽ പോയി. അത് ഓഫീസാണ്. നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം പറയുന്ന ഓഫീസിലാണ്. ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ പഠിക്കാറുള്ളത്. അറശി ഇരുന്ന് പഠിക്കുന്നു ഗൈസ്. ഇതിൻ്റെ ഫ്രണ്ടിൽ പാർക്കിംഗ് ഏരിയ ആണ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ നേരെ പോവുകയാണെങ്കിൽ നമ്മുടെ റിസർച്ചേഴ്സിൻ്റെ ഹോസ്റ്റൽ. ഇതാണ് ഓൾഡ് ബ്ലോക്കിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ അവിടെയാണ് റിസർച്ചേഴ്സിൻ്റെ ഹോസ്റ്റലുള്ളത്. ബോയ്സ് വേണ്ട, ഗേൾസ് മതി. ഇതാണ് നമ്മളെ ഓൾഡ് ബ്ലോക്കിലെ പിള്ളേരുടെ മെസ് ഹാള്. എന്റെ വേറെ മെനു ആണ്, അവളെ മെനു. ഇതെന്താ വിഭവസമൃദ്ധമാണ് നമ്മളെ ഹോസ്റ്റൽ. 3 മെനു. തോരക്കറികളായതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് തിന്നുന്നത്. അതിന് ഞാൻ ആരാണ്?
കയ്യേ ഉള്ളൂ എന്ന് അറിയില്ലേ, മറ്റേ കൈ തിന്നു തന്നെ. നമുക്കുള്ള ചോറാണ് ഗൈസ്. ആ കാണുന്ന പാത്രത്തിലാണ് നമ്മളുടെ സാധനങ്ങളിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾക്ക് വേണ്ടത് നമ്മൾ പോയി എടുക്കുക, കഴിക്കുക, ആ ഒരു ടൈപ്പാണ്. ചിലപ്പോഴൊക്കെ നമ്മൾക്ക് അവർ വിളമ്പി തരും, അങ്ങനെയാണ്. പിന്നെ മുമ്പ് കാണിച്ചത് സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലമാട്ടോ. നമുക്ക് എന്തെങ്കിലും നമ്മൾ ഡ്രസ്സ് ഓൾട്ടർ ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ചെയ്ത് തരും അവർ. പിന്നെ ഇതാണ് നമ്മളുടെ വാഷിംഗ് ഏരിയ. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ തുണി കഴുകുന്നത് ഇവിടെയാട്ടോ. എപ്പോൾ നോക്കിയാലും ഇവിടെ ആളുകൾ കാണും. ഇന്നെന്താ ഒരു മനുഷ്യനെ കാണാത്ത, വെക്കേഷൻ ആയതുകൊണ്ടാവും കേട്ടോ. എപ്പോൾ നോക്കിയാലും ഇവിടെ ആളുകളുണ്ടാവും. നമ്മളെ ക്ലീൻ ചെയ്യുന്ന ആൻറ്റി പാമ്പ് വന്ന കാര്യം എന്നോട് പറഞ്ഞു കേട്ടോ. ആ സമയത്ത് എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നേരെ പോകുന്ന മേലത്തെ ഫ്ലോറിലേക്കാട്ടോ. നമ്മുടെ അവിടെ ലിഫ്റ്റ് ഒന്നുമില്ല, ആ ഒരു ബ്ലോക്കിൽ മാത്രമേ ലിഫ്റ്റ് ഉള്ളൂ. ഇത് മേലെ നിന്നുള്ള വ്യൂ ആണ്. മേലെ നിന്ന് നോക്കിയാൽ നമ്മൾ അലക്കല്ലും നമ്മൾ അലക്കുന്നതെല്ലാം നല്ല കാണാൻ പറ്റും. പിന്നെ ആ സൈഡിൽ നമ്മുടെ തുണിയെല്ലാം ഉണങ്ങാനിടാൻ വേണ്ടിയിട്ടാണ്. അവിടെ നല്ല വെയിലായിരിക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഉണങ്ങാനിടുന്നത് അവിടെയാണ്. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.